ഇടുക്കി ഹൈറേഞ്ചിലെ വിവിധ പള്ളികളുടെ കപ്പേളകൾക്ക് നേരെ ആക്രമണം. ഇന്ന് പുലർച്ചെയോടെയാണ് 7ഓളം കപ്പേളകളുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്തത്. ഓർത്തഡോക്സ്, കത്തോലിക്ക സഭകളുടെ കീഴിലുള്ള കപ്പേളകളാണ് നശിപ്പിച്ചവയിൽ ഏറെയും. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളാണ് കപ്പേളകളുടെ ചില്ല് തകർത്ത വിവരം പുറത്തറിയിക്കുന്നത്. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഇടുക്കി കവലയിലുള്ള കപ്പേളയുടെ ചില്ല് തകർത്തതാണ് ആദ്യം പുറത്തുവന്ന വിവരം. പിന്നാലെ നരയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ 20 ഏക്കറിലെ കപ്പേള, സമീപത്തെ പോർസിംഗോല കപ്പിച്ചൻ ആശ്രമത്തിന് മുമ്പിലെ ഗ്രോട്ടോ, പുളിയമല സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ 2 ഇടങ്ങളിലെ കപ്പേള, കമ്പംമേട്ട് മൂങ്കിപ്പള്ളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, പഴയ കോച്ചറ സെന്റ് ജോസഫ് സെന്റ് മേരീസ് പള്ളി, ചേറ്റുകുഴി സെന്റ് മേരീസ് ദേവാലയം എന്നിവിടെ കപ്പേളകളും എറിഞ്ഞു തകർത്തെന്ന് കണ്ടെത്തി. എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ, ഇപ്രകാരം ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ളതായ ഒരു പ്രത്യാശയിൽ ആണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. പുളിയന്മല അമല മനോഹരി കപ്പേലയുടെ ചില്ല് പുലർച്ചെ 1:15 ബൈക്കിലെത്തിയ ഒരാൾ എറിഞ്ഞുടയ്ക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാ കപ്പേളകളും സമാനമായ രീതിയിൽ കല്ലുപയോഗിച്ചാണ് എറിഞ്ഞു തകർത്തിരിക്കുന്നത്. സംഭവത്തിൽ വിശ്വാസികളടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് അപ്പോൾ വളരെ ബോധപൂർവമായി തന്നെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിൽ കുരിശുപള്ളിക്ക് നേരെയുള്ള ആക്രമണം നടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ഷന് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ കുലുസ ശ്രമമാണ് ഈ ഹീനപ്രവർത്തി ചെയ്ത ആളുകളുടെ മേൽ നിന്നുണ്ടായിരിക്കുന്നത്. വളരെ അടിയന്തരമായി ഈ കുറ്റവാളികളെ കണ്ടെത്തുകയും ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമനടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇത് നാടിന്റെ, പ്രത്യേകിച്ച് കട്ടപ്പനയുടെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന നടപടിയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് അനുവദിക്കത്തില്ല. കപ്പേളകൾക്ക് സമീപത്തുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കുവാനാണ് പോലീസിന്റെ ശ്രമം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.